ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ചിക്കൻ കൊണ്ടൊരു സ്റ്റൂ ആണ്. പച്ചക്കറി ഞാൻ കുക്കറിലിട്ട് ഒരടി അടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കാഷ്നട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു 8 കാഷ്നട്ട് അത്ര എടുത്തിട്ടുള്ളൂ. ചിക്കൻ ഞാൻ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്താൽ മതിയല്ലോ ഇനി. അപ്പോൾ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. നമ്മുടെ മുഴുവത്തോടെയുള്ള പട്ടയും ഗ്രാമ്പും ഏലക്കായും ബേലീഫും എല്ലാം കൂടി ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി പെരിഞ്ജീരകവും കൂടി ചേർത്തു കേട്ടോ. അതെന്താണെന്ന് ഈ പെരിഞ്ജീരകം അരച്ച് ചേർക്കുമായിരുന്നു നല്ലത്. പക്ഷേ ഞാനത് അങ്ങനെ പൊട്ടിച്ചിട്ടു. 2 മുളകും പൊട്ടിയിട്ടു. അതിന് ശേഷം വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയ സവാള ഉള്ളി, 1 പച്ചമുളക്, അതാണ് എരിവിന് ആവശ്യമായിട്ട് ചേർത്തേക്കണം. കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് വഴന്ന് വരട്ടെ. ഒരുപാടങ്ങ് മൂക്കണ്ട അത്. അപ്പം അതിന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു. ബാക്കി എല്ലാം ഉപ്പിട്ട് വേവിച്ചതാണ്. അതൊന്ന് മെല്ലെ വഴന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ അളവിൽ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർക്കാൻ കേട്ടോ. ഇവിടെ എരിവ് കുറവ് മതി, അതുകൊണ്ടാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ ഒരല്പം ഗരം മസാല. ഇത്രയാണ് അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് മൂപ്പിച്ചൊന്ന് ഒഴിച്ച് കൊടുക്കും. അത്രേ അതിനകത്ത് ചേർക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ ആ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും അതിൻ്റെ വെള്ളവും അതിനകത്ത് വേവിക്കുമ്പോൾ കിട്ടുന്ന ചിക്കനിൽ നിന്ന് ഊറി വരുന്ന ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കും. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ പച്ചക്കറിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. അതിനകത്തും ഉണ്ട് കുറച്ച് വെള്ളം. പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കണമല്ലോ, ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കുള്ളൂ. ഇനി നമ്മൾ ആ കാഷ്യൂ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റില്ലേ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും. ഗരം മസാല ഞാൻ ഇപ്പോഴാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ കാഷ്യൂ അരച്ച് വെച്ചേക്കണതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതൊന്ന് തിളയ്ക്കാൻ തിളച്ചൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാം കൂടി യോജിച്ച് തിളച്ചൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടി മൂപ്പിച്ച് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്തിടാം. ഇപ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.